ചാണ്ടി, പ്രതിഷേധം തുടരുകയാണ്. മുഖ്യമന്ത്രി ഇതിലെ കടന്നു പോകേണ്ട സമയം സാധാരണ നിലയിൽ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി പരിപാടികൾ എങ്ങനെയാണ്? എനിക്കത് പ്രശ്നമല്ല. ഞാനിവിടെ ഇരിക്കുന്നു. ഞാൻ തീരുമാനിക്കുന്ന സമയത്തോളം ഇരിക്കും. എന്റെ വീടിന് മുന്നിലല്ലേ. അപ്പൊ എനിക്ക് പ്രതിഷേധിക്കാനോ എനിക്ക് കറുപ്പ് ധരിക്കാനോ എനിക്ക് എന്നെ ഭരണഘടനാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രതിഷേധമായിട്ട് ഞാൻ ഇരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. റോഡിന് മറുവശത്തുള്ള ഡിവൈഎഫ്ഐക്കാരുടെ എണ്ണം ഓരോ നിമിഷവും കൂടുന്നുണ്ട്. അങ്ങനെ നമ്മൾ പേടിക്കുവോ? ഒരു വ്യക്തിയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയുടെ അനുയായികളാണ് ഞങ്ങളെല്ലാം. ഞങ്ങളുടെ നേതാക്കന്മാരെ ഇന്ന് ആക്രമിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു സൂചക പ്രതിഷേധം നടക്കുന്നതിൽ ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്നു. അതിൽ ഇത്രയും ഭയക്കേണ്ട കാര്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ റൂട്ട് മാറ്റാൻ ഒരു സാധ്യത ഉണ്ടോ? അങ്ങനെ പോയി പ്രതിഷേധിച്ച് ചാണ്ടി ഇവിടെ ഇരുത്തി പോകാമെന്ന് വിചാരിച്ചോളൂ. അത് കുഴപ്പമില്ല, അത് പ്രശ്നമല്ല. എത്ര സമയം ഇത് തുടരുമെന്നാണ്? നടക്കട്ടെ, തീരുമാനിക്കാം. ഇതാണ് ചാണ്ടി വ്യക്തമാക്കുന്നത്. സൈരനടക്കമുള്ള ആളുകളും ഇവിടേക്ക് എത്തിയിരിക്കുന്നത് കാണാം. ഇവിടെ തുടരാൻ തന്നെയാണ് ചാണ്ടിയുടെ തീരുമാനം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ തൊട്ടപ്പുറം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചാണ്ടി ഇവിടെ ഉള്ളതറിഞ്ഞ് തന്നെ ഇവിടേക്ക് ആളുകളെത്തി. മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ വീടാണ് പുതുപ്പള്ളി ഹൗസ്. ആ പുതുപ്പള്ളി ഹൗസിന് തൊട്ട് താഴെയായി സ്വാഭാവികമായും ചില ഫ്ലെക്സുകളും ബാനറുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇവിടം ഒരു ശ്രദ്ധാകേന്ദ്രമായി വെക്കുന്നതിൽ അവർ നേരത്തെ തന്നെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം. അതിനുശേഷമാണ് ചാണ്ടിയുടെ പ്രതിഷേധം കൂടി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നും ആളുകൾ ഇടപെട്ടുകൊണ്ട് കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറ്റുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ. ഈ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അല്ല, ചാണ്ടി ഉമ്മനെ നോക്കിയല്ല മുഖ്യമന്ത്രി വരുന്നതിനാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ചാണ്ടി ഉമ്മനെ സ്വീകരിക്കാനോ ചാണ്ടി ഉമ്മന്റെ പ്രതിഷേധം കാണാനോ വേണ്ടിയല്ല ഡിവൈഎഫ്ഐ നിൽക്കുന്നത്. മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നിങ്ങളുടെ എന്തിനാണ് പ്രതിഷേധിക്കേണ്ട ആവശ്യം? മുഖ്യമന്ത്രി സ്വീകരിക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രതിഷേധിക്കേണ്ട ആവശ്യം? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ പ്രതിഷേധം ഉണ്ടായപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ സ്റ്റാൻഡ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹികളടക്കമുള്ളവർ പറഞ്ഞു കഴിഞ്ഞു. ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അത് ചാണ്ടി ഉമ്മന്റെ മറ്റു വിഷയങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. നിങ്ങളാണ് അവിടെ കവറേജ് കൊടുത്ത് അതിന്റെ പിറകിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സംഘർഷം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. ഇവിടുത്തെ കാര്യമാണ്, നിലവിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും മറ്റു സ്ഥലങ്ങളിൽ അതുപോലെയല്ല, നല്ല കുട്ടികളായി നിൽക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാർ പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള അവസ്ഥയില്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രി ഇതുവഴിയാണ് കടന്നു വരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുക, അതാണ് ഇവിടെ കൂടി നിൽക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ വാഹന ഗതാഗതം രണ്ട് സൈഡിലേക്കുള്ളതും ഏകദേശം നിർത്താനുള്ള തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വാഹനങ്ങൾ തുടർച്ചയായി കടന്നു പോകുന്നുണ്ട്. അതിനാൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് റൂട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മുഖ്യമന്ത്രി സാധാരണ നിലയിൽ ഇവിടേക്ക് എത്തേണ്ട മറ്റ് വേദികളിലേക്കെല്ലാം കൃത്യം 1 മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും വൈകി ആ വേദികളിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരുന്നു. ഇപ്പോൾ ഇതുവരെയും എന്തായാലും എത്തിച്ചേർന്നിട്ടില്ല. വിഴിഞ്ഞത്തെ പരിപാടി നേരത്തെ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ കഴക്കൂട്ടത്ത് പരിപാടിയുണ്ട്. അതിനുശേഷമാകും ഈ നവകേരള സദസ്സിന്റെ ഇത്രയധികം ദിവസം നീണ്ടുനിന്ന നവകേരള സദസ്സിന്റെ സമാപന ചടങ്ങ് വട്ടിയൂർക്കാവിൽ ഉണ്ടാകുക. അപ്പോൾ അതിനിടെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സമരം, അപ്രതീക്ഷിതമായി ചാണ്ടിയുടെ സമരം ഉണ്ടാകുന്നതും ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതും. അവൽ, ഈ ചാണ്ടിക്കൊപ്പം ചാണ്ടി മാത്രമാണോ ഉള്ളത്, അതോ മറ്റ് യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KSUവിന്റെ ഒക്കെ പ്രവർത്തകരുണ്ടോ അവിടെ? നിലവിൽ ചാണ്ടി ഉമ്മൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ചാണ്ടിയോട് അവിടെ ബൈറ്റ് എടുത്ത് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് IT സെല്ലിന്റെ കൺവീനർ കൂടിയായിട്ടുള്ള സരിൻ, ഒറ്റപ്പാലത്തെ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയായ സരിൻ അവിടേക്ക് എത്തിയത്. മറ്റാരും നിലവിൽ അവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആളെ കൂട്ടിയുള്ള ഒരു സമരത്തിലേക്കല്ല, തന്റെ വീടിന്റെ മുന്നിൽ തന്റെ പ്രതിഷേധം എന്നുള്ളത് മാത്രമാണ് ചാണ്ടി പറയുന്നത്. ആളെ സംഘടിപ്പിച്ചുള്ള ഒരു പ്രതിഷേധത്തെ പറ്റി ആലോചിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി ചാണ്ടി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം ഇതുവഴി കടന്നു പോയി കഴിഞ്ഞാൽ ആ പ്രതിഷേധം പിന്നീട് എങ്ങനെ തുടരും എന്നൊന്നും ചാണ്ടി വ്യക്തമാക്കുന്നില്ല. എന്തായാലും ഇപ്പോഴും ഈ വീടിന് തൊട്ട് താഴെ തന്നെ ചാണ്ടി ഉമ്മൻ തുടരുകയാണ്. ആര്യ, എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ ഇപ്പൊ ഈ റോഡിന്റെ ഇരുവശത്തും വലിയ രീതിയിൽ ആളുകൾ തടിച്ചു കൂടുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ പരിപാടി ഈ നിയമമണ്ഡലത്തിൽ എപ്പോഴാണ് അമൽ? 3 മണിക്കാണ്, രാവിലെ 11 മണിക്കായിരുന്നു വിഴിഞ്ഞത്തെ പരിപാടി, നെയ്യാറ്റിൻകരയിലെ പരിപാടി. അതിനുശേഷമാണ് പിന്നീട് കോവളത്തെ പരിപാടി. അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രി അവിടെ നിന്നും മടങ്ങി പോന്നിട്ട് ഒരുപാട് നേരമായി. ഇനിയിപ്പോൾ രണ്ടാമത്തെ പരിപാടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിയമമണ്ഡലത്തിലാണ്. നിയമമണ്ഡലത്തിലെ പരിപാടി നടക്കുന്നത് പൂജപ്പുരയിലാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു 2-3 മിനിറ്റ് നടന്നാൽ എത്താൻ വരുന്നതിനുള്ള സ്ഥലത്താണ് വേദി ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ പ്രവർത്തകരടക്കം മന്ത്രിമാരടക്കമുള്ളവരെത്തി. ഈ ചാണ്ടിയുമ്മന്റെ ഈ പുതുപ്പള്ളി ഹൗസിന് മുന്നിലൂടെ അല്ലാതെ മറ്റു വഴികളുണ്ടോ?
അമല ഏറ്റവും കേൾക്കാമോ? എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന വഴി, സദസ്സിന്റെ വേദിയിലേക്ക് എത്താൻ കഴിയുന്ന വഴി ഇത് തന്നെയാണ്. പക്ഷേ ഇതുവഴി അല്ലാതെയും വരാൻ കഴിയും. കരമന വഴി വന്നാലും കുറച്ച് വളഞ്ഞു വരണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നാലും ഇവിടേക്ക് മുഖ്യമന്ത്രിക്ക് എത്താൻ കഴിയും. അത് ഇങ്ങനെ ഒരു സംഘർഷ സാധ്യത ഉള്ളതിനാൽ തന്നെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെട്ട് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഇതുവരെയും ഇതുവഴി മുഖ്യമന്ത്രി കടന്നു വന്നിട്ടില്ല. മാത്രമല്ല ഈ രണ്ട് സൈഡിലൂടെയും വാഹനങ്ങൾ കടന്നു പോകുന്നുമുണ്ട്. മുഖ്യമന്ത്രി കടന്നു വരുന്ന വഴിയായിരുന്നു, മുഖ്യമന്ത്രിയുടെ റൂട്ടായിരുന്നുവെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടന്നു പോയപ്പോൾ മാധ്യമപ്രവർത്തകർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി പോകുന്ന അതിന്റെ സംഘാടകർക്കും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും മാത്രമായിരുന്നു അതുവഴി വാഹനങ്ങൾ കടത്തിക്കൊണ്ടു പോകാനുള്ള അനുമതി ഉണ്ടായിരുന്നത്. മറ്റാരെയും അതുവഴി കടത്തിവിട്ടിരുന്നില്ല. ഇതിലെ ഇപ്പോൾ ബൈക്കുകളും കാറുകളും മറ്റുമൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനാൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ആ കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്. ഇപ്പോഴും എന്തായാലും ചാണ്ടി ഇവിടെ തുടരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിക്രമം ചാണ്ടിക്ക് നേരെ ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം, ചാണ്ടിയുടെ പ്രതിഷേധത്തിന് നേരെ ബദലായി ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ പോലീസ് ക്രമീകരണങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നു. ചാണ്ടിക്ക് ചുറ്റും വളഞ്ഞ് പോലീസ് സന്നാഹമാണ്. ഷീൽഡ് അടക്കമുള്ളവ ക്രമീകരിച്ചുകൊണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടേക്ക് എത്തിയുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ വലിയൊരു സംഘവുമുണ്ട്. മറ്റ് ആളുകളാരും ചാണ്ടിക്കൊപ്പം ഇപ്പോൾ ഇവിടെയില്ല. ചാണ്ടിയുടെ ഓഫീസിലുള്ള ആളുകൾ പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സരിൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സരിനെയും അവിടെ എവിടെയും കാണാൻ കഴിയുന്നില്ല. എന്തായാലും ചാണ്ടി ഒറ്റയ്ക്കുള്ള പ്രതിഷേധം ഇവിടെ തുടരുന്നു. മറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി എത്തിയ ആളുകളും തൊട്ടപ്പുറം, റോഡിന് തൊട്ടിപ്പുറം നടന്നെത്തിയാൽ ഒരു 15 സെക്കൻഡ് പോലും വേണ്ടാത്ത സ്ഥലത്ത് അത്ര അടുത്ത ദൂരത്തിൽ അവരും തമ്പടിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വരുമ്പോൾ കരിങ്കൊടി കാണിക്കുമോ എന്ന് ചാണ്ടിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് കരിങ്കൊടി കാണിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്കില്ല, താൻ ഇവിടെ ഇരിക്കും, അതാണ് എന്റെ പ്രതിഷേധം എന്നുള്ളതാണ് ചാണ്ടി പറയുന്നത്. അതിനാൽ തന്നെ